മലൈക്കോട്ടെ വാലിബൻ. ഞാനീ പറയാൻ പോകുന്ന കാര്യം എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പേര് ഇപ്പോൾ സിനിമ കണ്ട് കഴിഞ്ഞ് കാണും. ഞാൻ ഒരുപാട് പേരെ റിവ്യൂസും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന കേട്ടായിരുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു ആവറേജ് ഫീൽ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്. ഇപ്പം എത്ര എക്സ്പെക്ടേഷൻസ് വെക്കേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഓക്കെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറോ ഡയറക്ടറോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ കാണും. സോ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. ഒരിക്കലും മറ്റേ ലൂസിഫർ പോലെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു മാസ് മസാല ഫുള്ളി ആക്ഷൻ പാക്കഡ് മൂവി എന്നല്ല ഞാൻ പറയുന്നത്. ഒരു LJP പടം. സോ ആ ഒരു ഡയറക്ടറിന്റെ മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒരു ഫിലിം മേക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. സോ ആ ഒരു ഡയറക്ടറിന്റെ മൂവിയാണെന്ന രീതിയിൽ തന്നെ ഞാൻ അപ്രോച്ച് ചെയ്തത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെയോ എന്തൊക്കെയോ മിസ്സായതുപോലെയാണ് ഒരു ഫീൽ കിട്ടിയത്. അതായത് കംപ്ലീറ്റ്ലി ഞാൻ ഭയങ്കര ഷോകമെന്നല്ല പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു 50-50. എനിക്ക് ചില പോർഷൻസ് ഇഷ്ടപ്പെട്ടു, ചില പോർഷൻസ് ഇഷ്ടപ്പെട്ടില്ല. സോ അങ്ങനെയാണ് എനിക്ക് ഈ മൂവി ഫീൽ ആയത്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഈ മൂവിയുടെ ക്യാരക്ടറും ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും മറ്റുള്ള പ്രസന്റേഷനൊക്കെ ആയാലും മലയാള സിനിമയിൽ അധികം നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഒരു പുതിയൊരു മെത്തേഡ് തന്നെയാണെങ്കിൽ പറയാം. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവും അല്ലെങ്കിൽ എത്രത്തോളം അത് ഓഡിയൻസിൽ എത്തുന്നതാണ് ചോദ്യം. അല്ലെങ്കിൽ അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമ വർക്കൗട്ട് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വാലിബൻ എന്നൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു എൻ്റയർ മൂവി സംസാരിക്കുന്നത്. സോ ആ ഒരു ക്യാരക്ടറും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി നരേഷൻ പോലെയല്ല, ഒരു കംപ്ലീറ്റ്ലി വിഷ്വലൈസേഷൻ പോലെയാണ്. ഒരുപാട് കിടിലൻ ഫ്രെയിംസ് ഉണ്ട്. ആ ഒരു ഫ്രെയിംസ് വഴി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഒരു സ്റ്റോറി സംസാരിക്കുന്നത്. സിനിമോട്ടോഗ്രാഫി കിടിലാണ്. കാരണം ഒരുപാട് കിടിലൻ ഫ്രെയിംസും നമ്മൾ ഈ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ ചില ഫ്രെയിംസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ലോ മോഷനാണ്. ഈ ഒരു ഫൈറ്റ്സിൻ്റെ ഇടയ്ക്കായാലും അല്ലെങ്കിൽ ഒരു ക്ലോസപ്പ് ആയാലും അല്ലെങ്കിൽ ഒരു വൈഡ് ഷോട്ട് ആയാലും എല്ലാം ഭയങ്കര സ്ലോ മോഷനായിട്ട് അത് എത്രത്തോളം ആൾക്കാർക്ക് അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളൊരു ഹോളിവുഡ് മൂവീസിൽ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ മൂവീസിലൊക്കെ നമ്മൾ ഒരു കൗബോയ് മൂവിലൊക്കെ കാണുന്ന ഒരു സിനിമാറ്റോഗ്രാഫി ഉണ്ടല്ലോ. സോ ആ ഒരു ഐറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു സിനിമാറ്റോഗ്രാഫി വൈസ് കിട്ടില്ലായിരുന്നു. സോ ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ വരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു നരേഷൻ പോലെ അല്ല, കംപ്ലീറ്റ്ലി ഒരു വിഷ്വൽ ആയിട്ടാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കിടിലം സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ കിടിലം ഫ്രെയിംസും വിഷ്വലും എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് FPS-ലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്ര കിടിലം സ്ലോ മോഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു വിഷ്വലിൽ കൂടി സംസാരിക്കുന്ന കണ്ടന്റ് എവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ചില പോർഷൻസ് ഒക്കെ നമുക്കിങ്ങനെ ഭയങ്കര രീതിയിൽ ലാഗ് ഫീൽ ചെയ്യും. നല്ല രീതിക്ക് ലാഗ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോൾ മൂവിയുടെ സ്റ്റോറി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുമ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ കംപ്ലീറ്റ് ആയി വീട്ടിൽ പോകാം എന്ന രീതിയിലായിരുന്നു. പക്ഷെ പിന്നീടും അടുത്തൊരു സ്റ്റോറി പോലെ, അതായത് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു ട്രാക്കിലോട്ട് വേറൊരു സ്റ്റോറി സംസാരിച്ചു. മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ജോണറിലൊക്കെയാണ്. പക്ഷെ മൂവി എൻഡ് ചെയ്യുന്ന ഒരു ഫാന്റസി മോഡലൊക്കെ പിടിച്ചൊരു LJP പടം പ്ലസ് ഒരു ഫാന്റസി എന്ന മോഡലാണ് ആ ഒരു മൂവി എൻഡ് ചെയ്തത്. ആ ഒരു എൻഡിങ്ങിലും നോക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല. ഫാന്റസി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു വലിയൊരു സൂപ്പർ ഹീറോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ ഫാന്റസി എലമെന്റ്സിൽ സംസാരിക്കുന്നുണ്ട്. അതും ഒരു 50-50 ആയിട്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. എന്ത് പറയാം, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചിലതൊന്നും വേണ്ടായിരുന്നു ഒക്കെ തോന്നിപ്പോൾ. അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു എൻഡിങ് തന്നെ പോയി നിൽക്കുന്നത്. ആൻഡ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് എന്താണോ അതൊക്കെ ലാലേട്ടൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറഞ്ഞ കാര്യം വെച്ചാൽ മൂവിയുടെ മേക്കിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിൽ എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി തന്നെ കിടിലം വിഷ്വൽസും ക്യാമറയും സ്ലോ മോഷനും ഫൈറ്റ് സീക്വൻസിനൊക്കെയുള്ള കുറേ ഷോട്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മ്യൂസിക് ആയാലും അത് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് എന്നൊക്കെ പറയുന്ന അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ദ മെയിൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്ന സാധനം ഭയങ്കര ലീനിയർ എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ആ ഒരു സ്റ്റോറി സിമ്പിൾ ആണ്, പെട്ടെന്ന് പറഞ്ഞ് തീരുകയും ചെയ്തു. പിന്നീട് രണ്ടാമതൊരു കഥ പറയാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. സോ അങ്ങനെയൊക്കെ ഒരു കാരണം ഈ എൻ്റെ മൂവി എന്ന് പറയുന്ന ഒരു മിക്സ് ഓഫ് രണ്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ രണ്ട് ജോണേഴ്സ് ഒക്കെയാണ്. സോ അതുകൊണ്ടായിരിക്കും ഈ മൂവി എനിക്ക് അങ്ങ് വർക്കൗട്ട് ആവാത്തത്. കാരണം പറഞ്ഞു തീർക്കായിരുന്ന ഒരു കാര്യം പിന്നീടും വലിച്ചു നീട്ടി പിന്നെ വേറൊരു ട്രാക്കിൽ കൊണ്ടുപോകുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. പിന്നീട് എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. കാരണം LJPയുടെ സിനിമയാണ്, അതെല്ലാം അങ്ങനെയാണ്. എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ എന്നെ പോലെ ഒരു 2-3% കാണും. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി തന്നെ ഇഷ്ടപ്പെടാത്തവരായിരിക്കാം. എനിക്ക് സിനിമ ഒരു ആവറേജ് ഫീൽ ആയിരുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ട കുറച്ച് പോർഷൻസും ഉണ്ട്, ഇഷ്ടപ്പെടാത്ത പോർഷൻസും ഉണ്ട്. എന്നും പറഞ്ഞ് സിനിമ അത്ര മോശമൊന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അത്ര കിടിലൊന്നല്ല ഞാൻ പറയുന്നത്. രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതായത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ മനസ്സ് അറിഞ്ഞ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ഒന്നും കിട്ടുന്നില്ല. എന്തോ എവിടെയൊക്കെ മിസ്സായി. അപ്പം ക്യാരക്ടറിൻ്റെ കാര്യമായാലും സ്റ്റോറി ആയാലും. സോ അങ്ങനത്തെ ഒരു ഫീലാണ് ഈ മൂവി കിട്ടുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മളെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനും ത്രില്ല് ചെയ്യിപ്പിക്കാനൊക്കെ. പക്ഷെ അതൊന്നും അങ്ങ് വർക്കൗട്ട് ആവുന്നില്ല. ഭയങ്കര രീതിയിൽ അങ്ങ് ബിൽഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങ് കൊണ്ട് എല്ലാം സിമ്പിളായിട്ട് ആ ഒരു എന്ത് പറയാം ഒന്നും അത്ര അങ്ങ് വലിയ ഫീലൊന്നും കിട്ടാത്ത രീതിയിലാണ് പോകുന്നത്. അതായത് ആ ഒരു ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് കണ്ടുപോയി ആ ഒരു സീൻ അങ്ങനെ ഒരു ഫീലേ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റോറി തീർന്നെന്ന ഒരു ഫീൽ കിട്ടി അവിടെ വെച്ചാൽ മൂവി എൻഡ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മിനിമം ടൈമിനകത്ത് ഒരു മൂവി എൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മൂവിയുടെ എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കാം. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ 2 സ്റ്റോറീസ് ഒക്കെ മിക്സപ്പ് ചെയ്ത് ഭയങ്കര വലിച്ചു നീട്ടിയ ഒരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മനസ്സൊക്കെ നിറഞ്ഞൊരു കിടിലം LJP പടം കണ്ട ഒരു ഫീൽ ആയിരിക്കുന്നു. പക്ഷേ ഇത് ഈ ഒരു മൂവി ആ ഒരു എക്സ്പീരിയൻസ് തരാത്തതുകൊണ്ട് തന്നെ എന്തോ എവിടെയൊക്കെ മിസ്സായ ഒരു ഫീൽ. പിന്നീട് മൂവി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കാം. സോ അതൊക്കെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. സോ എന്തായാലും കണ്ടു നോക്കുക, മിസ് ചെയ്യരുത്. സോ ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.